അദ്ദേഹം വലിയ സ്വത്തിന്റെ ഉടമയായിട്ടുണ്ട്. ബ്ലൂ ഫിൻ എന്ന് പറഞ്ഞ് ഒരു വില്ല പ്രൊജക്റ്റ്, കോടി വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ടുണ്ട്. ആഡംബര വീടാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. എന്താണ് പണി? ഇത്ര വലിയ സമ്പത്തിന്റെ ഉടമയാകാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് പണം? മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് KT ജലീൽ MLA ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. കാര്യമായ വരുമാനങ്ങളില്ലാത്ത ഫിറോസ് കുന്നമംഗലത്ത് ദേശീയ പാതയോരത്ത് ലക്ഷങ്ങൾ വില വരുന്ന ഭൂമി സ്വന്തമാക്കി ആഡംബര വീട് പണിതു. കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ വില്ല പ്രൊജക്റ്റും ആരംഭിച്ചു. ഇതിന്റെ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് KT ജലീൽ വിജിലൻസിന് പരാതി നൽകിയത്. 8 വർഷമായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയാണ് ഫിറോസ്. അതിനു മുമ്പ് 10 വർഷം MSFന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. KSRTC ഡ്രൈവറായി വിരമിച്ചയാളാണ് ഫിറോസിന്റെ ബാപ്പ. 15 സെന്റും ചെറിയ വീടുമാണ് കുടുംബ സ്വത്തായി ഉള്ളത്. അതാണ് ഭാഗം വെച്ചിട്ടുമില്ല. നിയമവിരുദ്ധമുണ്ടെങ്കിലും ഫിറോസ് അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നിട്ടുമില്ലല്ലോ. കുന്നമംഗലത്ത് ദേശീയ പാതയോട് ചേർന്ന് സെന്റിന് 10 ലക്ഷം രൂപ വില വരുന്ന 12.5 സെന്റ് 2011 ഫിറോസ് വാങ്ങിയത്. അതിൽ 1 കോടി രൂപയുടെ വീടും നിർമ്മിച്ചു. ഈ കാലയളവിൽ ഭാര്യ എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനവും നേടി. ഫിറോസ് തനിച്ചും കുടുംബസമേതവും നിരവധി വിദേശ യാത്രകൾ നടത്തി. കത്തുവയിലും ഉന്നാവയിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ പേരിൽ യൂത്ത് ലീഗ് സ്വദേശത്തും വിദേശത്തുമായി വലിയ ഫണ്ട് ശേഖരിച്ചിരുന്നു. എന്നാൽ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപയാണ് നൽകിയത്. ഇതിന്റെ ബാക്കി എവിടെ പോയി? കേസ് ഉണ്ടെങ്കിലും അത് ഇന്നും ഉത്തരമില്ലാതെ തുടരുകയല്ലേ. യൂത്ത് ലീഗിന്റെ ധോത്തി ചലഞ്ചിൽ 2.72 ലക്ഷം ധോത്തികൾ 600 രൂപയ്ക്ക് കീഴ് കമ്മിറ്റികൾക്ക് നൽകിയതിലും ക്രമക്കേടുണ്ട്. കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ ഫിറോസ് ട്രാവൽ ഏജൻസിയും വില്ല പ്രൊജക്റ്റും ആരംഭിച്ചു. ഗൾഫിൽ ഫിറോസിന് ബിസിനസ് പങ്കാളിത്തമുള്ളതായാണ് സൂചനകൾ. ഇക്കാര്യങ്ങളൊക്കെ അടങ്ങിയതായിരുന്നു ജലീലിന്റെ പരാതിയും. അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഫിറോസിന്റെ മുൻഗാമികൾ ഗുജറാത്ത് വംശഹത്യാ ഫണ്ട് മുക്കിയ ചരിത്രമുണ്ടല്ലോ. അത് ചോദ്യം ചെയ്തപ്പോഴാണല്ലോ ജലീലിനെതിരെ ലീഗ് തിരിയുന്നത്. ഫിറോസിന്റെ സീനിയർ നേതാക്കൾ തന്നെ വയനാട് ദുരന്ത ബാധിതർക്കായി അമിത വില കൊടുത്ത് തോട്ടഭൂമി വാങ്ങി വഞ്ചിച്ച കഥകളും ആർക്കും അറിയാത്തതല്ലോ. പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഏറെയുണ്ടെങ്കിലും ഉത്തരമൊന്നുമില്ല. വ്യക്തതയോടെ തന്നെ തനിക്കെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ വന്നിട്ടും KT ജലീലിനെ പരിഹസിച്ചൊരു FB പോസ്റ്റ് അല്ലാതെ ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി ഒന്നും തന്നെ ഫിറോസ് നൽകിയിട്ടില്ല. പിന്നെ സഹോദരന്റെ കാര്യം. ബുജീറിന്റെ ലഹരി ഇടപാട് കേസ് അന്വേഷിക്കാനെത്തിയ പോലീസുകാരനെ മർദ്ദിച്ച കേസിൽ അർഹിക്കുന്ന ശിക്ഷ ലഭിക്കട്ടെ എന്നും താൻ അതിൽ ഇടപെടില്ലെന്നുമാണല്ലോ പറഞ്ഞിരുന്നത്. ജലീൽ പറഞ്ഞതുപോലെ മടി തുറന്നൊന്ന് പരിശോധിച്ചാൽ മാത്രമേ പിന്നാമ്പുറ കാഴ്ചകളിലും വ്യക്തത വരൂ. വ്യക്തതയ്ക്ക് വേണ്ടി അത്ര സീരിയസ് ആയി ഒരു ആരോപണം വരുമ്പോൾ പ്രതികരിക്കേണ്ടത് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കടമയാണ്. ആരോപണം ഉന്നയിച്ച വ്യക്തിയോടുള്ള പരിഹാസത്തിനപ്പുറം ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും ഫിറോസ് കൃത്യമായ മറുപടി തന്നെ നൽകേണ്ടതുണ്ട്.